ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റിൽ നല്ല ഓട്ടോ സെയിൽസ് ഡേറ്റയുണ്ട്. അത്യാവശ്യം നല്ല ഒരുപാട് നല്ല കമ്പനീസ് ആസ് എക്സ്പെക്റ്റഡ് മാരുതി, ഹീറോ മോട്ടോർ കോർപ്പ്, ടി വി എസ്, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര. ടാറ്റ മോട്ടോഴ്സിൻ്റെ അത്ര സൂപ്പർബല്ല, ഹ്യുണ്ടായുടെ അത്ര സൂപ്പർബല്ല. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് അതിൽ കയറിയില്ല. അപ്പോൾ ഈ കമ്പനീസിൻ്റെ ഡേറ്റ വളരെ ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഓട്ടോ സെക്ടർ ഇന്നലെ നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്നു. അത് ഇനിയും മുന്നേറ്റം നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ എന്താ പറയുക, യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റ്സും ഒക്കെ ഓൾമോസ്റ്റ് കുറേ ഏഷ്യൻ മാർക്കറ്റ്സും ഒക്കെ ഇന്നലെ ക്ലോസിങ്ങിലായിരുന്നു. സോ നമുക്ക് വലിയ ഡേറ്റാസ് ഇല്ല, ഫ്ലാറ്റായിട്ടോ ഒരു മീഡിയം ഒരു ഡേറ്റ മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 25,350 റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത്, ഇന്ന് നിഫ്റ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന 26,140 റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത, ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നമ്മൾ നിന്നത്. ആ റെസിസ്റ്റൻസ് ഏരിയയുടെ അപ്പർ ഏരിയയിലേക്ക് വരാനുള്ള ഇതൊരു ലോവർ സൈഡിലാണ് നിൽക്കുന്നത് അല്ലേ. ഇതിൻ്റെ ലോവർ സൈഡിൽ നിന്നെങ്കിൽ അടുത്ത് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഇതിൻ്റെ അപ്പർ സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാനും ഒരു പുഷ് മേളിലേക്ക് വരാനുള്ള സാധ്യത അവിടെ കാണിക്കുന്നുണ്ട്. സോ അതിൽ കൂടുതൽ നമുക്ക് ഡീറ്റെയിലേക്ക് നമുക്ക് കയറാം. നിഫ്റ്റി 50യുടെ ചാർട്ട് അനാലിസിസിലേക്ക് തന്നെ കയറാം. അപ്പോൾ ഇന്നലെ ഒരു എക്സ്പയറി ഡേ ആയിരുന്നു. ഇന്നലെ മാർക്കറ്റ് വളരെ സൈഡ് വേസ് മാർക്കറ്റിനുള്ളിൽ പെട്ടെന്നൊരു യു ഷേപ്പ് കർവ് വന്നപ്പോഴേക്കും ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു ട്രേഡ്, ഞാൻ ഒരുപാട് കാലമായിട്ട് ഇൻട്രാഡേ ഓപ്ഷൻസ് ബൈയിങ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഒന്ന് പോസ് ചെയ്തിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഓപ്ഷൻസ് ബൈയിങ് ഓർ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ആ ബ്രേക്കിൽ നിന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രേഡാണ്. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു യു ഷേപ്പ് കർവ്. ഈ യു ഷേപ്പ് കർവിനുള്ളിൽ ആദ്യത്തെ ട്രേഡ് പഞ്ച് ചെയ്തു. തിരിച്ച് രണ്ടാമത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഞാനത് ഗ്രൂപ്പിനുള്ളിൽ ട്രേഡ് ചെയ്തിരുന്നില്ല. ബാച്ച് കറണ്ട് റണ്ണിങ് ബാച്ചിന് വേണ്ടിയിട്ട് അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പഠിപ്പിച്ചിരുന്നു. മൂന്നാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് ലാസ്റ്റിലത്തെ ഒരു മൊമെൻറ്റിൽ ഒരു ഹീറോ സീറോ ട്രേഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വളരെ റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. അതിൽ പെട്ടെന്ന് മാർക്കറ്റിലൊരു ഫോളിങ് ക്യാൻഡിൽ, ഈ ഒരു ഫോളിങ് ക്യാൻഡിലിനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത്യാവശ്യം നല്ലൊരു ട്രേഡ് അവിടെയും കിട്ടി. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രേഡ്സിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ലിറ്ററലി ഫ്ലാറ്റായിരുന്നു. എല്ലാ പ്രീമിയവും സീറോയിലേക്കായിരുന്നു മാക്സിമം പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും അവിടെ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺ കറക്റ്റ് റൈറ്റ് ടൈമിൽ എൻട്രി എടുക്കുക, തെറ്റിപ്പോയാൽ എസ് വെച്ച് മാറുക എന്നുള്ള ഒരു ബേസിക് തത്വമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴൊക്കെ നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ വരുന്നു, പെട്ടെന്ന് ആ ഒരു ഫേവറബിൾ കണ്ടീഷനെ പ്രോഫിറ്റാക്കി മാറ്റുക, ബാക്കിയുള്ള സമയങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ട്രേഡ് ചെയ്താലും ഒന്നും നമുക്ക് സംഭവിക്കാനില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ എന്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു മൊമെൻറ്റോ ഇല്ല. മാർക്കറ്റ് മൊത്തത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. എന്നാലും മാർക്കറ്റ് ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് തിരിച്ച് കുറച്ചുകൂടെ ഒരു ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്ത് നോക്കിയാൽ ഈ ചാർട്ടിനെ നമുക്ക് ഒരു പെനൻ്റായിട്ട് മാറ്റിയെടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നിഫ്റ്റി അപ്പോൾ ഒരു കൺക്ലൂഡിങ് ഒരു പാർട്ടിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൺസോൾഡേഷൻ ബ്രേക്ക് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യത. ലോവർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ഏരിയ ആയിട്ടുള്ള ഈ ഒരു 26,000ത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഇന്ന് മാർക്കറ്റിനകത്ത് കാണിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് ഏതാണ്ട് ഈ ഒരു ലൈനിലാണ്. ഇന്നലെ ഞാൻ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന കൃത്യമായിട്ടും ഈ ലൈനിൽ 26,195 റേഞ്ച് ഹിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. അതുപോലെ ഇന്നും മാർക്കറ്റിൽ ആ ഒരു ഏരിയ എത്തുമ്പോഴേക്കും 200ന് തൊട്ടടുത്തെത്തുമ്പോഴേക്കും ഒരു സെല്ലിംഗ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന പൊസിഷൻ നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം. 26,240 ഒരു 320 ഒക്കെയാണ് അടുത്ത ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു
ബുള്ളിഷ് പെനൻറ്റിനെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. സോ ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് പറയുന്നതാണ്. ഞാൻ ഇതിനകത്ത് CEO PO എടുക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളുടേതായ അനാലിസിസ് എടുക്കുക. ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,100 140 താഴെയോ ഇല്ലെങ്കിൽ 100 താഴെയോ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു താഴേക്കുള്ളൊരു ട്രേഡായിരിക്കും വരിക. മുകളിലേക്കാണെങ്കിൽ 180+ ഇല്ലെങ്കിൽ 200+ കയറിയാൽ നമുക്ക് 280 to 320 വരെയുള്ള ഫസ്റ്റ് ട്രേഡായിരിക്കും അവിടെ വരിക. ഇതിനനുസരിച്ചിട്ടുള്ള ട്രേഡ് എടുക്കുക. ഓക്കെ, അടുത്ത് സെൻസെക്സും സെയിം അത് തന്നെയാണ്. ഇന്നലെ സെൻസെക്സിലാണ് ട്രേഡ് ചെയ്തത്. സെൻസെക്സിൻ്റെ ഈ ഒരു ക്യാൻഡിലാണ് പേഴ്സണലി ട്രേഡ് ചെയ്തത്, ഈ ഒരു ക്യാൻഡിൽ. പിന്നെ ഈ കയറിപ്പോയ ഈ ഒരു ക്യാൻഡിലാണ് അവിടെ ട്രേഡ് ചെയ്തിരുന്നത്. ഈ ട്രേഡ്സ് എടുത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഏതാണ്ട് ഒരു ട്രേഡ് കൂടെ, മൊത്തം 3 ട്രേഡാണ് അവിടെ ക്ലോക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത് സെൻസെക്സും സെയിം അവസ്ഥ തന്നെയാണ്. കുറച്ചുകൂടെ ഇതൊരു ഫ്ലാഗായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഫ്ലാഗിനനുസരിച്ചിട്ടുള്ള ഒരു പാറ്റേൺ വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലോവർ സൈഡ് എന്ന് പറയുന്നത് 85-100 താഴെ ഇല്ല എന്നുണ്ടെങ്കിൽ മേളിലേക്കാണെങ്കിൽ ഒരു 85-300 മേളിൽ നമുക്ക് ഈ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. 85-400 മേളിലോ 500 മേളിലോ ഒക്കെ തന്നെയാണ്. എന്നാലും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏത് ലെവൽ, ഇതിന് മേളിലാണെങ്കിൽ ഇതിന് മേളിലൊരു യു ഷേപ്പ്, ഇത് ഈ ഒരു ഏരിയയിലേക്ക് ഇതൊരു ഡബിൾ ബോട്ടം ആക്കിക്കൊണ്ട്, ഓക്കെ, ഇതൊരു ഡബിൾ ബോട്ടം ആയിക്കൊണ്ട് ഇത് ചിലപ്പോൾ ഈ ഒരു ട്രെൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകാം. സോ ഈ ഒരു ട്രേഡിനെ ക്യാച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇല്ല, ഇതിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയയിലേക്ക് അടുത്ത ലെവൽ ഏരിയാസ് ഈ ഒരു ഏരിയാസാണ്. സോ ഈ ഏരിയയിലേക്ക് വരുന്ന ട്രേഡുകളെ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. സോ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഫ്ലാഗാണ്, സൂപ്പർ ഫ്ലാഗാണ്. അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനൊരു കണ്ടിന്യൂഷൻ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു കണ്ടിന്യൂഷൻ ബ്രേക്കൗട്ട് 59,800 to 59,920 880 60,000 അത് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഐ ടി സെക്ടർ ആയിട്ടില്ല. വീക്കിൽ നിന്ന് കയറി വരുന്നു, ആയിട്ടില്ല. അതിൻ്റെ ഒരു മൊമെൻറ്റം വന്നിട്ടില്ല. ഇപ്പോൾ ഓട്ടോ സെക്ടർ ആണ്, ഓട്ടോയും ബാങ്കിങ് സെക്ടറുമാണ് അവിടെ ബെറ്ററായിട്ട് നിൽക്കുന്നത്. ശരി, നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ട് പ്രോഫിറ്റ് തരുന്ന ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് ഇന്നലെ സൈഡ് വേസ് ആയിരുന്നു. അതിനും ആ ഒരു സൈഡ് വേസ് ഇനി ഒന്ന് മാറി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 332 മേളിൽ വരണം. അതുവരെ വെയിറ്റ് ചെയ്യുക. താഴേക്കാണെന്നുണ്ടെങ്കിൽ 324 താഴെ വരെ വെയിറ്റ് ചെയ്യുക. സോ നാച്ചുറൽ ഗ്യാസിൽ ഇന്നലെ അധികം നല്ല ട്രേഡ്, ആദ്യത്തെ അരമണിക്കൂറിൽ കിട്ടിയ ട്രേഡ് അല്ലാണ്ട് പിന്നെ ഒരു ട്രേഡ് ആർക്കും കിട്ടിയിരിക്കാൻ സാധ്യതയില്ല. സോ എടുക്കണ്ട. മാർക്കറ്റ് വളരെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു തീരുമാനമായിട്ട് നമ്മൾ കയറുന്നതാണ് ബെറ്റർ. 332 മേളിൽ നമുക്ക് വാച്ച് ചെയ്യാമെന്നുള്ളത്. സോ നാച്ചുറൽ ഗ്യാസിൻ്റെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. ക്രൂഡ് ഓയിലും സെയിം അത് തന്നെയാണ്. രണ്ടുപേരും ഈക്വൽ ട്വിൻസാണ് അല്ലേ. അപ്പോൾ പക്ഷേ മൂവ്മെൻറ്റ് അങ്ങനെ ആവണം ഒരു നിർബന്ധമില്ല. പക്ഷേ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. കാരണം ഗ്ലോബൽ ഡേറ്റ ഒന്നുമില്ല, മാർക്കറ്റിൽ ഡേറ്റാസ് ഒന്നും വരാത്തത് കാരണം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട തന്നെയാണ്. ഒരു 5228 മേളിലോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മേളിൽ പോയി ഈ ഒരു ഏരിയയ്ക്ക് മേളിലോ യെല്ലോ ലൈൻസിന് മേളിലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം 5200 താഴെ 184 വരെയുള്ള ട്രേഡൊക്കെ കിടപ്പുണ്ട്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം അതിൽ ഫോക്കസ് ചെയ്യുക. ഇന്നലെ ഗ്രൂപ്പിനകത്തോ ആർക്കോ പേഴ്സണലി ഷെയർ ചെയ്തിരുന്നു, റിലയൻസിൻ്റെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, അത് വർക്ക് ചെയ്തു. ഇനി വാച്ച് ചെയ്യേണ്ട SBI ഒരു ബ്രേക്കൗട്ടിൻ്റെ ഒരു ഏരിയയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടിറ്റഗ്രാഫ്, പിന്നെ ട്രെൻഡ്, SBI പോലുള്ള സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങളുടേതായ ഓൺ അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കയറാമെന്നുള്ളതാണ്. സോ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസും ഈ വരുന്ന ആഴ്ചയിലത്തേക്ക് അനാലിസിസും. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.